എല്ലാവർക്കും സുഖല്ലേ? ഞാനിവിടെ സൂപ്പറായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ നെക്സ്റ്റ് പോകുന്ന സ്ഥലം പറമ്പിക്കുളം ടൈഗർ റിസർവ് ആണ് കേട്ടോ. ആദ്യം നമ്മൾ പോയത് ആനമല ഹിൽ ടോപ്പിലാണ്. അവിടുന്ന് ഏകദേശം 3 കിലോമീറ്ററാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിലുള്ളത്. ഇത്ര ഡിസ്റ്റൻസേ ഉള്ളതെന്ന് വെച്ചാലും ആനമല നിൽക്കുന്നത് തമിഴ്നാട് ഡിസ്ട്രിക്റ്റിലും പറമ്പിക്കുളം കേരള ഡിസ്ട്രിക്റ്റിലുമാണ് കേട്ടോ. ഇവിടെ എൻട്രൻസിൽ നമ്മൾ നെയിമും അഡ്രസ്സും എല്ലാം കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ നമുക്ക് അവിടുത്തെ കിട്ടിയ അതേ പണി തന്നെ കിട്ടി കേട്ടോ. വാനിൽ ഇതേപോലെ തന്നെ 30 പേരുണ്ടെങ്കിലേ വണ്ടി എടുക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ചോദിച്ചപ്പോഴാണ് അവർക്ക് നമ്മുടെ വെഹിക്കിളിൽ തന്നെ ഒരു ഗൈഡിനെ തരാമെന്ന് പറഞ്ഞത്. നമുക്ക് ഇവിടെ നമ്മുടെ കൂടെ വന്നത് സിന്ധു ചേച്ചിയാണ് കേട്ടോ. ആളാണ് ഇന്നത്തെ നമ്മുടെ ഈ 1.5 hour ജേർണിയുടെ ഗൈഡ്. നമ്മളെപ്പോലെ തന്നെ വേറൊരു ഫാമിലിയും ആളെ കിട്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് 2 പേർക്കും കൂടിയിട്ട് ഈ ചേച്ചീനെ അലോട്ട് ചെയ്തത് കേട്ടോ. ഇവിടുന്ന് അവിടെ കണ്ട പോലെ തന്നെ നിറയെ മാനുകളെയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയത്. എനിക്ക് സർപ്രൈസിങ് ആയിട്ട് ഇവിടെ ഞങ്ങൾക്ക് നീർനായേനെയും കൂടി കാണാൻ പറ്റി കേട്ടോ. ഇവിടെ നീർനായനെ കാണാൻ പറ്റുന്നുള്ളത് എനിക്ക് ഒരു പുതിയ അറിവായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾക്ക് 6 വ്യൂ പോയിന്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ഞങ്ങൾ പോയത് ഈ പറമ്പിക്കുളം ഡാമിലേക്കാണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ഗൈഡ് ഇവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലത്തെ ചേച്ചിയാണ് കേട്ടോ. ആൾ പറയുമായിരുന്നു ഇവിടുത്തെ കുരങ്ങന്മാർക്ക് പുറത്തുനിന്ന് വന്നവരെ മാത്രമേ പേടിയില്ലായ്മയുള്ളൂ, ഞങ്ങളെ കണ്ടാൽ വേഗം ഓടിപ്പോകും എന്നുള്ളത്. പിന്നെ ഞങ്ങൾ പോയത് ഈ വ്യൂ പോയിൻ്റാണ്. ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടത്. പിന്നെ ഇവിടെ ഒരു ബാംബു റഫ്റ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്കത് കേട്ടപ്പോൾ കുറച്ച് മടിയായിരുന്നു. രുദ്രുവിനെ കൊണ്ടുപോയ എത്രത്തോളം അവൻ ഇതിൽ അഡ്ജസ്റ്റ് ആവും എന്നുള്ളതിൽ. പക്ഷെ രണ്ടും കൽപ്പിച്ച് ശരി നമുക്ക് ആ സ്ഥലം ഇവിടെ വരെ വന്നതല്ലേ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നത് ഒരു ട്രൈബൽ കോളനിയിൽ കൂടെയാണ് കേട്ടോ. ഇവർ തമിഴ് സംസാരിക്കുന്ന ട്രൈബ്സ് ആണെന്നാണ് ചേച്ചി പറയണത്. അവിടെ പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന പോലെയായിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ച. ഞാൻ ഇതിനു മുന്നേ ഫുക്കറ്റും ക്രാബിയും പോയിരുന്ന സമയത്ത് ഇതുപോലുള്ള കാഴ്ച ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ കാണുന്നത് ആദ്യമായിട്ട്. ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെയാണോ നിൽക്കുന്നതെന്ന് ആലോചിച്ച് കുറച്ച് നേരം അത്ഭുതപ്പെട്ട് നിന്ന് പോയി കേട്ടോ. അപ്പോൾ നമ്മളെ കയറ്റാൻ വേണ്ടിയിട്ട് ഈ വഞ്ചിന്നാണോ പറയാമെന്നറിയില്ല, ചങ്ങാടെന്നാണോ പറയാമെന്നറിയില്ല, എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്യാന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി കേട്ടോ. അതിൽ കൂടെ കയറി ഇങ്ങനെ മുന്നിലേക്ക് നടക്കും തോറും നമുക്ക് അപ്പുറത്തുള്ള സീനറി നല്ല അടിപൊളിയായിട്ട് കാണാമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതാണല്ലോ മിസ് ചെയ്യാൻ പോയതെന്ന് ആലോചിച്ച് 2 പേരും മുഖത്തോട് മുഖം നോക്കി കേട്ടോ. അപ്പോഴാണ് ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ ഗൂഗിൾ സെർച്ചിന് ശേഷം അപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ പേര് ബാംബു റഫ്റ്റ് എന്നാണ്. അങ്ങനെ നമ്മുടെ ബാംബു റഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. 4 സൈഡിലിരുന്ന് ഇവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള 4 ചേട്ടന്മാരാണ് കേട്ടോ തുഴയുന്നത്. ദൂരം ഇങ്ങനെ എത്തും തോറും നമുക്ക് അതിൻ്റെ ഭംഗി അടിപൊളിയായിട്ട് കാണാം കേട്ടോ. എനിക്ക് കണ്ണിന് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും നല്ല ഭംഗിയിലുള്ള കാഴ്ചയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അവർ പറയുമായിരുന്നു സീസൺ ആകുമ്പോൾ ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ സമയം ഉണ്ടാവില്ല, ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കുറച്ച് ഫ്രീ ആണ് എന്നുള്ളത്. അതിനുശേഷം ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ബാംബു റഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഭാഗത്തേക്ക് ഇങ്ങനെ വെള്ളം കയറി നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ രുദ്രുവിന് ഒരു രസമായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവനെയും കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കാലിട്ടിരുന്നു കേട്ടോ. നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. ഇവിടെ താമസിക്കുന്ന എല്ലാവരും ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടൂറിസത്തിൽ എല്ലായിടത്തും വർക്ക് ചെയ്യുന്നത് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെയാണ്. ഇവിടുത്തെ ചേട്ടന്മാർ നിസ്സാരമായി തുഴയുന്നത് കണ്ട് ഒരു രസത്തിന് വേണ്ടി ഞാനും ഒന്ന് തുഴയാൻ ശ്രമിച്ചു കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ദൂരത്തുനിന്ന് കാണുന്ന പോലെയല്ല, തുഴയുമ്പോഴാണ് സംഭവം മനസ്സിലാവുന്നത്. ഒരു അടി പോലും ആ സാധനം നീങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഒരു രസത്തിന് വേണ്ടി ഞാൻ വെറുതെ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരുന്നു. ഈ ടൈഗർ റിസർവിൽ ടൈഗറിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നത് ഈ സിന്ധു ചേച്ചിയാണ് കേട്ടോ. മാവ് കാണാം, ടൈഗർ. പിന്നെ നമ്മള് ഇപ്പം ഞാനിവിടെ ജനിച്ച് വളർന്നിട്ട്
ഒരു 5 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത്ര പെട്ടെന്ന് ടൈഗർ കാണാൻ പറ്റില്ല. പിന്നെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അങ്ങനെ സിന്ധു ചേച്ചിയോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. ഞാനും അപ്പും എൻജോയ് ചെയ്ത അതേ അളവിന് തന്നെ രുദ്രവും എൻജോയ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. പിന്നെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ ഒരു ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിങ് നടത്തി കേട്ടോ. ഇന്നത്തെ പോലെ തന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. അണ്ടിൽ ദെൻ ബൈ ഫ്രം ശ്രുതി.